ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതാണ്. അത് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലല്ല, മറിച്ച് അള്ളാഹു ആണ് റബ്ബ്, പരിപാലകൻ. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന കാര്യം അംഗീകരിക്കുക എന്നതാണ്. അതാണ് അള്ളാഹുവിനുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ. അല്ലാതെ അള്ളാഹു ഉണ്ട് എന്ന് ജൂതന്മാർക്ക് വിശ്വാസമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് വിശ്വാസമുണ്ട്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലായിരുന്ന മക്കയിലെ മുശ്രിക്കുകൾക്കും അറിയാമെന്നല്ല, അള്ളാഹു തന്നെയാണ് ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് എന്ന ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവർ അള്ളാഹുവിനോട് മാത്രം അത്യാപൽ ഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ അവർ മുസ്ലിമായില്ല. അപ്പൊ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലോ അള്ളാഹുവിനെ ആരാധിക്കലോ മാത്രമല്ല ഈമാൻ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇസ്ലാം കാര്യങ്ങൾ പരിശോധിച്ചാൽ അതിന്റെ ഒന്നാമത്തെ കാര്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ്. 2 സാക്ഷ്യവചനങ്ങൾ. ആ സാക്ഷ്യവചനങ്ങൾ പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, അതനുസരിച്ചുള്ള അനുഷ്ഠാന വിഷയങ്ങൾ ഉണ്ടാകണം എന്നതാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഈമാൻ കാര്യങ്ങളുടെയും ഇസ്ലാം കാര്യങ്ങളുടെയും ഒന്നാമത്തെ വിഷയം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ പിൻപറ്റപ്പെടേണ്ടവൻ, മാതൃകയാക്കപ്പെടേണ്ടവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ. മറ്റാരെയും പ്രവാചകന് നൽകപ്പെടുന്ന സ്ഥാനം നൽകി അവർ പറയുന്നതോ ചെയ്യുന്നതോ എഴുതിയിട്ടുള്ളതോ ആയ കാര്യങ്ങൾ അതൊക്കെ ദീനാണെന്ന് വിശ്വസിച്ച് ഒരാളെയും പിൻപറ്റേണ്ടതില്ല. പിൻപറ്റപ്പെടാൻ അർഹതപ്പെട്ടവൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നബിയാണ്. ഏതുപോലെ ആരാധിക്കപ്പെടേണ്ടവൻ അള്ളാഹു എന്ന ഒരുത്തനായതുപോലെ. അപ്പൊ ഈ പറയുന്ന ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും കൂടിച്ചേരുമ്പോഴാണ് ഒരാൾ മുസ്ലിമാകുന്നത്, മുഅ്മിനാകുന്നത്. ഇതിൽ ഏതെങ്കിലും തകരാറുകൾ വന്നാൽ അവന്റെ വിശ്വാസത്തിന്, അവന്റെ ഈമാനിന് അല്ലെങ്കിൽ അവന്റെ ഇസ്ലാമിന് തകരാറ് സംഭവിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈമാൻ എന്ന് പറയുന്നത് നാവിൽ കൊണ്ട് പുറത്തു പറയേണ്ട ഒരു സംഗതി മാത്രമല്ല, മറിച്ച് അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഹൃദയത്തിലുള്ള വിശ്വാസത്തെ നാവ് കൊണ്ട് അത് പ്രഖ്യാപിക്കണം. പ്രഖ്യാപിക്കാൻ കഴിയുന്ന ആളുകൾ, സംസാരശേഷി ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചല്ല പറയുന്നത്. അത് രണ്ടും പോരാ, അത് പ്രവർത്തിച്ച് നടപ്പിലാക്കുകയും വേണം. അപ്പോ മനസ്സിൽ വിശ്വാസം ഉണ്ടാകണം, നാവിലൂടെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകണം, ജീവിതത്തിൽ അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരണം. ഇത് മൂന്നും കൂടിച്ചേരുമ്പോഴാണ് ഒരാൾ മുസ്ലിമായി